MLA ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ മറ്റു കാര്യം കൂടി പറയാൻ മറന്നു. ആ 2 വീട് മാത്രമല്ല സുജയ, നമ്മൾ നേരത്തെ സ്മൃതിയുടെ ഷോയിൽ അത് പറഞ്ഞിരുന്നു. ഇതിന്റെ ചുറ്റടുത്തുള്ള 1, 2, 3 വീട്, അതായത് ആ ഒരു നഗറിലെ ഒരു പട്ടികജാതി നഗറാണ്. ആ പട്ടികജാതി നഗറിലെ എല്ലായിടത്തേക്കും ആളുകളുടെ, അതായത് ഉദ്യോഗസ്ഥരുടെയും അധികൃതരുടെയും കണ്ണെത്തുന്ന തരത്തിലേക്ക് നമ്മുടെ വാർത്ത മാറുകയാണ്. 2 വീടുകളിലെ ബുദ്ധിമുട്ടറിഞ്ഞാണ് നമ്മൾ എത്തിയതെങ്കിൽ ആ ഒരു ഉന്നതിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ആ ഉന്നതിയിലെ MLAയുടെ ഇടപെടൽ അത് അവർക്ക് എല്ലാവർക്കും സഹായമാകുന്ന രീതിയിൽ ഉറപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും നമുക്കവിടെ ചെയ്യാൻ കഴിയുക. നമുക്ക് MLAയിലേക്ക് പോകാം. ഉറപ്പായിട്ടും MLA നമ്മുടെ സുജയ പാർവതി ചോദിക്കുകയാണ്, ഇനി എങ്ങനെയാണ് നമ്മളെ പദ്ധതി എന്ന്. നേരത്തെ പറഞ്ഞില്ലേ, ഇതിപ്പോ സുജയ പുതിയ ഷോയാണ്, നമ്മുടെ 4 മണിക്കുള്ളതാണ്. നിലവിൽ അതിനുശേഷമുള്ള അപ്ഡേഷൻ എന്തായി? ഹലോ, പറഞ്ഞോളൂ. ഞാനിപ്പോ ഇവിടെ ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് ഇവിടെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ തെന്നൂർ കോളനിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി ഈ പറയുന്ന കാര്യങ്ങള് പരിശോധിച്ചിട്ട് നമുക്ക് അടിയന്തരമായി അത് അന്വേഷണത്തിന് പറഞ്ഞിട്ടുണ്ട്. മന്ത്രിയും അതിൽ ഇടപെട്ടിട്ടുണ്ട്. കണ്ട് അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുന്നുണ്ട്. എങ്കിലും ഒരു പരിശോധന നടത്തി അത്തരത്തിൽ കുറ്റക്കാരായ ആളുകളുണ്ടെങ്കിൽ അതൊരു മാതൃകാപരമായ അന്വേഷിച്ചുകൊണ്ട് കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നമ്മൾ തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ കോളനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100 കുടുംബങ്ങൾ ഈ പ്രദേശത്ത് 3 കോളനികളിൽ ചേർന്നുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ പൂർവികരുടെ സ്വത്താണ്. നേരത്തെ ബി സത്യൻ MLA ആയിരുന്ന സമയത്ത് ഇവിടെ പുനരുദ്ധാരണത്തിന് 1 കോടി രൂപ കൊടുത്തിട്ടുള്ളതാണ്. ഒരു കുടിവെള്ള പദ്ധതി ഞാൻ വന്നതിന് ശേഷമാണ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷെ ഇത്തരത്തിൽ ഇവർക്ക് പട്ടയം ഇല്ലാത്ത ഭൂമികളാണ് നിലവിൽ അവർക്കുള്ളത്. അപ്പം കഴിഞ്ഞ മാസം നമ്മൾ കളക്ടറുമായി മീറ്റിംഗ് കൂടിക്കൊണ്ട് ഈ ഭൂമി കൊടുത്തിരിക്കുന്നത് കൊട്ടാരം, രാജകൊട്ടാരത്തിന്റെ കാലത്ത് രാജാവ് പതിച്ചു കൊടുത്തിട്ടില്ല, അവർക്ക് കയറി താമസിക്കുന്ന ഭൂമിയാണ്. കഴിഞ്ഞ താലൂക്ക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഹസീൽദാരും SCDയും ഒക്കെ ചേർന്നുകൊണ്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് റിപ്പോർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പട്ടയമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായും ഇത്തരത്തിൽ കൊട്ടാരത്തിലുള്ള ഇപ്പോഴത്തെ ആളുകൾക്ക് അത് പതിച്ചു കൊടുക്കാൻ അവർ വിസമ്മതമില്ല, അവർ പതിച്ചു കൊടുക്കാമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരോട് പറഞ്ഞ നിലവിലുള്ള പട്ടയങ്ങൾ കൊണ്ടുവന്ന് ഇവരെ കയ്യിലിരിക്കുന്ന രേഖകൾ കൊണ്ടുവന്നു ആരുടെ കയ്യിലാണ് നേരത്തെ ഉണ്ടായിരുന്ന ആ പട്ടയം അവരുമായി ഒരു സംവാദവും ഒരു ആശയവിനിമയം നടത്തി നമുക്കത് കൊടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞ മാസം തീരുമാനം എടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഇതിന്റെ അവസ്ഥ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ഇപ്പം ഈ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ നിവർത്തിയില്ല. ഈ 2 വീടുകളുടെ അവസ്ഥ, പിന്നെ പൈസ മെയിന്റനൻസിന് 1 ലക്ഷം രൂപ കൊടുത്തു, അതിനെ ഇവരെ എടുത്തു എന്നുള്ളതാണ് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ വരികയും അത് കണ്ടപ്പോൾ കുറെയൊക്കെ സത്യമായി തോന്നുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത്. ഇവരെ സഹായിക്കുവാൻ ഇപ്പം കേരളമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. ഈ കോളനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ഉന്നതിയുമായി ശ്രീമതി OS അംബിക, ആ പ്രദേശം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. താങ്കൾ പ്രതിദാനം ചെയ്യുന്ന ആ നിയമസഭാ മണ്ഡലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ യഥാർത്ഥത്തിൽ താമസിച്ചിരുന്നതും. അവിടെ നമ്മൾ ഈ കിളിമാനൂരിൽ അംബേദ്കർ ഗ്രാമം സമഗ്ര കോളനി വികസന പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2023 അന്ന് ഉദ്ഘാടനം നിർവഹിച്ചത് താങ്കൾ തന്നെയാണ് ആ പദ്ധതി ചൂട്ടയിൽ കോളനിയിൽ. അപ്പോൾ ഇന്നിപ്പോൾ ഉന്നതി നഗർ എന്ന് നമ്മൾ പേര് മാറ്റുന്നു. പക്ഷേ അവരുടെ ജീവിത നിലവാരത്തിൽ ഒരു ഉന്നതി കൊണ്ടുവരുന്നതിനായി നമ്മൾ കുറച്ചുകൂടി ഇടപെടേണ്ടതല്ലേ? പ്രത്യേകിച്ചും ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം അവിടെ ഉണ്ടാകേണ്ടതല്ലേ? പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. അതിൽ നമ്മൾ നടപടിയെടുത്ത് തന്നെ മുന്നോട്ട് പോകണ്ടേ? തീർച്ചയായും തന്നെയാണ്. ഈ ഉന്നതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ 4.5 വർഷം ഒരു MLA ആയി മണ്ഡലത്തിൽ പ്രതിദാനം ചെയ്യുന്ന 6 കോളനികൾക്കാണ് ഉന്നതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംബേദ്കർ ഉന്നതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പുനരുദ്ധാരണത്തിന് വേണ്ടി നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് കൊടുത്തില്ല. പക്ഷെ ഇപ്പോ ഈ പറയുന്ന വീട് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഇവരുടെ കയ്യിൽ സ്വന്തമായി കൈവശ അവകാശ ഭൂമിയില്ല. അത് അടിയന്തരമായി ഇപ്പം പട്ടയമേള അടുത്ത മാസം പട്ടയം എല്ലാ മണ്ഡലങ്ങളിൽ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മീറ്റിംഗ് വിളിക്കുകയും കൊടുക്കുവാനുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി ഇവരോടെല്ലാം അപേക്ഷകൾ ഇവിടെ വില്ലേജ് ഓഫീസർ സൈറ്റിൽ വന്ന് SCDO സൈറ്റിൽ വന്ന് അത്തരം നിർദ്ദേശങ്ങളുമായി വന്നപ്പോഴാണ് ഈ വീട് മെയിന്റനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു അപവാദവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വളരെയേറെ സങ്കടം തോന്നുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വാലുവേഷൻ എടുത്ത് അത് എത്ര രൂപയാണ് ചെലവായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ ഒരു അടിയന്തരമായ നിലപാടെടുക്കുകയാണ് ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്കതുപോലെ തന്നെ MLA ജില്ലാ നിർമ്മിതി കേന്ദ്രമുണ്ടല്ലോ. നമ്മൾ ഉന്നതികളുടെ നവീകരണത്തിനൊക്കെ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല കൊടുക്കുക. ഇത് പക്ഷേ പഞ്ചായത്തിന് തന്നെ ഒരു ഡ്രൈവറെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. ജില്ലാ നിർമ്മിതിയാണ്, സ്റ്റേറ്റും ഉണ്ട്. അതാണ്. അപ്പോൾ നിർമ്മിതി കേന്ദ്രം നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഉള്ളപ്പോൾ ഒരു ഡ്രൈവറെ അങ്ങ് ഏൽപ്പിക്കുകയാണ്.
ഇത് ഉന്നതിയുടെ വികസനമല്ല ഈ രണ്ട് വീടും. ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള പാവങ്ങൾക്ക് കൊടുക്കുന്ന മെയിന്റനൻസ് പദ്ധതിയാണ്. ഉന്നതിയുമായി ബന്ധപ്പെട്ടുള്ള മെയിന്റനൻസ് അല്ല ഇത്. പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് നടപ്പിലാക്കുന്ന മെയിന്റനൻസ് ആണ് ഈ പദ്ധതി. അതാണ് പഞ്ചായത്ത് മെമ്പറുടെ കയ്യിൽ ഇതാവുക. അല്ലെങ്കിൽ നമ്മൾ ഏജൻസികളാണ് ചെയ്യുന്നത്. അതിൽ SCDO ആണ് അതിന് വാല്യുവേഷൻ എടുക്കുന്നത്. ഒക്കെ SCDOയും പ്രൊമോട്ടർമാരാണ്. അതിലൊരു ഞങ്ങൾ 6ഓളം കോളനികൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പൈസ തികയാത്ത വീടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഗവൺമെന്റിന് ഇപ്പൊ തന്നെ നമ്മൾ ചൂട്ടേ കോളനിയിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒരു MLA എന്നുള്ള നിലയ്ക്ക് അതാണ് ഞാൻ ചൂട്ടയിൽ കോളനി ഞാൻ എടുത്തു പറയാൻ കാരണം ചൂട്ടയിൽ കോളനിയിൽ ഇപ്പോൾ 2 വർഷം മുൻപ് നമ്മൾ ആ ഉദ്ഘാടനം നിർവഹിച്ചതാണ്. പദ്ധതിയുടെ പ്രവർത്തനത്തിലേക്ക് പൂർണ്ണമായും കടന്ന ഒരു സ്ഥലമാണ്. അതേ മാതൃകയിൽ ഇവിടെ ഇപ്പോൾ ഈ 2 വീടുകൾക്കാണ് പഞ്ചായത്തിൽ നിന്ന് പണം അനുവദിക്കുകയും അത് കൈമറിഞ്ഞു പോവുകയും വേണ്ട രീതിയിൽ നവീകരണം പൂർത്തിയാകാതെ അടച്ചുറപ്പുള്ള രീതിയിലേക്ക് എത്താതെയൊക്കെ കിടക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺമുന്നിലുള്ള വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു ഉന്നതിയുടെ നമ്മളിപ്പോൾ മാഡം ഇരിക്കുന്ന ഈ ഒരു ഉന്നതിയുടെ നവീകരണം അതുകൂടി നമുക്ക് ഒരു പദ്ധതിയിലേക്ക് പ്രത്യേകിച്ചും ഇതിപ്പോൾ അടുത്ത ഒരു വർഷം തികച്ചില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ചെയ്തു തീർക്കുകയാണെങ്കിൽ നന്നായിരിക്കില്ലേ? തീർച്ചയായും ചെയ്യും. കാരണം ഇന്നലെ ഞാൻ മിനിസ്റ്റർ ഓഫീസിൽ പോയിരുന്നു, PSനെ കണ്ടു. ഈ വർഷം നമുക്ക് 2 കോളനികളുടെ ഉന്നതികളുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞത് കൊടുത്തു. അത് നമ്മൾ എന്തായാലും ആ ഒരു പേര് മാറ്റിക്കൊണ്ട് ഈ ഒരു ഉന്നതിക്ക് കൊടുക്കുവാൻ വേണ്ടി ഇപ്പോൾ മിനിസ്റ്റർ റിപ്പോർട്ടായി തേടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അത് കൊടുത്തു കഴിയുമ്പോൾ ഈ പ്രദേശത്ത് ഉള്ള ഈ ഉന്നതി കൂടെ എടുക്കുവാനാണ് എന്റെ തീരുമാനം. വളരെ നന്ദി ശ്രീമതി OS അംബിക. അത് തന്നെയാണ് താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ചതും. TV പ്രസാദിലേക്ക് ഒരിക്കൽ കൂടി MLA ഇപ്പോൾ നമുക്ക് നൽകിയ ഉറപ്പ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് TV പ്രസാദ്. കാരണം ഇതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ചൂട്ടയിൽ എന്ന് പറയുന്ന ഉന്നതി അത് നവീകരിക്കുന്നതിന്റെ പദ്ധതികളുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം 2023 OS അംബിക MLA തന്നെ നിർവഹിച്ചതാണ്. അപ്പോ ഈ ഒരു ഉന്നതിയുടെ കാര്യത്തിലും കാണേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രസാദ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഉന്നതിയുടെ നവീകരണം അത് സർക്കാരിന്റെ നേതൃത്വത്തിൽ ജില്ലാ നിർമ്മിതി കേന്ദ്രയുടെ നേതൃത്വത്തിൽ ചൂട്ടയിൽ ഉന്നതിയിൽ എങ്ങനെയാണോ നടക്കുന്നത് അതേ രീതിയിൽ വന്നാൽ അവിടെയുള്ള എല്ലാ വീടുകൾക്കും ഒരു അടച്ചുറപ്പുണ്ടാകും. അത് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. എല്ലാ മനുഷ്യർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയണം. കാരണം ഇത് കേരളമാണ്. നമ്മളെല്ലാവരും സന്തോഷത്തോടെ അടച്ചുറപ്പുള്ള വീടുകളിൽ ഉറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ MLA ഉറപ്പ് നൽകിയിരിക്കുന്ന. TV പ്രസാദ് നമ്മുടെ വാർത്ത അടുത്ത തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഉറപ്പായും സുജി അത് തന്നെയാണ്. അതായത് നമ്മൾ 2 വീടിന്റെ മെയിന്റനൻസ് ഗ്രാന്റുമായി ബന്ധപ്പെട്ട് അത് വെട്ടിപ്പ് നടത്തിയ വാർത്ത എടുക്കാനാണ് യഥാർത്ഥത്തിൽ ഇവിടെ വന്നതെങ്കിൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പ്രദേശത്തിന്റെ ചിത്രം മനസ്സിലാകുന്നത്. എന്തായാലും വാർത്തയ്ക്ക് പിന്നാലെ MLA ഇവിടെ എത്തി മന്ത്രിയുമായി സംസാരിച്ചു. എത്രയും പെട്ടെന്ന് മീറ്റിംഗ് നടത്താനുള്ള സംവിധാനമുണ്ടായി. എന്തായാലും ഈ പ്രദേശത്തുള്ള ഈ വിഷയം ഇവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. ഇവിടെ കൂടുതൽ ഉദ്യോഗസ്ഥരെത്തുന്നു, ജനപ്രതിനിധികൾ എത്തുന്നു, നാട്ടുകാരെത്തുന്നു. എന്തായാലും ഈ പ്രദേശത്തിന് ഇനിയിപ്പോൾ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരാശ്വാസം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെയുള്ള വീടുകളെല്ലാം സമാന രീതിയിലുള്ള വീടുകളാണ്. ടാർപോളിനൊക്കെ പൊതച്ചുകൊണ്ടാണ് ഇവിടെ പല വീടുകളും നിൽക്കുന്നത്. സുജിയ, ഈ എല്ലാ വീടുകളും നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ മനുഷ്യരും ജീവിക്കുന്ന വീടുകൾ മികച്ചതാവണം, അടച്ചുറപ്പുള്ള വീടുകളാവണം എന്നുള്ളതാണ്. എന്തായാലും ഈ കാണുന്നത് പോലെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന ഈ ഭാഗം ഇത് നല്ല ഒരു പ്രദേശമായി മാറും. നല്ല അടച്ചുറപ്പുള്ള വീട് ഇവർക്കുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സുജയ. ഓക്കെ, TV പ്രസാദ്, നമ്മൾ ഇടപെടലാണ് വാർത്ത എന്ന ഒരിക്കൽ കൂടി ഒരു വാർത്തയിൽ കൂടി ഇടപെട്ടുകൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്. ആ കുടുംബത്തിന് ഭക്ഷണം എത്തിച്ചു. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് അതോടൊപ്പം തന്നെ മറ്റ് വീടുകൾക്ക് ഉള്ള അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആ വീടുകളുടെ നവീകരണം അടക്കം ഇപ്പോൾ MLA ഉറപ്പ് നൽകിയിരിക്കുകയാണ്. റിപ്പോർട്ടറിലൂടെ ഞങ്ങളിത് തുടരും. ഇടപെടലാണ് വാർത്ത.